അപ്പം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ആൻഡ് എൻ്റെ ചാനലിൻ്റെ പേര് എന്ന് വെച്ചാൽ നിവേദ്യ പ്രസാദ് W9Q ആണ് ഗൈസ്. ഇന്ന് ഞാൻ ബാക്ക് ടു സ്കൂൾ അൺബോക്സിങ് ആണ് ഗൈസ്. കുറച്ച് സാധനങ്ങൾ ഞാൻ മേടിച്ചിട്ടുണ്ട്, അപ്പം അതൊക്കെ അൺബോക്സ് ചെയ്ത് അങ്ങനെ ഒരു ക്യൂട്ട് പരിപാടിയാണ് ഗൈസ്. പിന്നെ ഞാൻ ജേണലൊക്കെ ചെയ്തിട്ടുണ്ട് ബാക്ക് ടു സ്കൂൾ. ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് വായിച്ചത് ലോങ് വീഡിയോ ആണ്. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യേണ്ട, ഷെയർ ചെയ്യേണ്ട, ലൈക്ക് ചെയ്യേണ്ട, കമൻറ്റ് ചെയ്യണേ ഗൈസ്. എനിക്ക് കമൻറ്റ് വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ ഈ വെക്കേഷൻ തുടങ്ങിയാണ് യൂട്യൂബ് ചാനൽ. എൻ്റെ അമ്മയൊക്കെ പറഞ്ഞ് തുടങ്ങാൻ നല്ല രസമായിരിക്കും എന്നൊക്കെ പറഞ്ഞു. അമ്മയ്ക്കൊരു പ്രശ്നമില്ലായിരുന്നേ. പിന്നെ എൻ്റെ ബാക്ക് ടു സ്കൂൾ ജേണൽ എന്ന് വെച്ചാൽ ഇത് ഫുള്ള് നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിക്കാം. നിങ്ങൾ എന്തെങ്കിലും കമൻറ്റ് ഇതിനെപ്പറ്റി, നിങ്ങൾക്ക് ഇതിനകത്ത് വല്ലതും പറയാനുണ്ടോ? ഞാൻ ഇംഗ്ലീഷിലും പറഞ്ഞ് മലയാളത്തിലും പറഞ്ഞ് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരാവേ. സ്റ്റാർട്ട് ചെയ്യാം. മൈ ബാക്ക് ടു സ്കൂൾ ജേണൽ. എൻ്റെ ബാക്ക് ടു സ്കൂൾ ജേണൽ എന്ന് വെച്ചാൽ ജേണലാണ്. നിങ്ങളെല്ലാവരും എൻ്റെ ഫസ്റ്റ് ജേണലാണ് മീൻസ്. ഇത് എന്നോട് കൂട്ടുകാരി, എൻ്റെ ഒരു നിവേദ്യ എൻ്റെ പേര് തന്നെ നിവേദ്യ എന്നാണ്. അവളെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ചുമ്മാ ഒന്ന് വരച്ച് എന്തെങ്കിലും ഒട്ടിച്ച് വെച്ചാൽ അത് ജേണലാവും. ഞാൻ അങ്ങനെ എനിക്ക് ഓർമ്മ ചെയ്ത് കഴിഞ്ഞു. അപ്പം എനിക്ക് അറിഞ്ഞുകൂടി ഇതിനെപ്പറ്റി. എനിക്ക് അത്രയ്ക്ക് ഇൻട്രസ്റ്റ് ഇല്ല. ഇത് ഡ്രോയിങ്ങിനകത്തും ക്രാഫ്റ്റിനകത്തും ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട്. ജേണൽ ക്രാഫ്റ്റ് ഒരുപോലെ ആണെങ്കിലും ഭയങ്കര ബോറടിയാണ്. ഞാൻ വായിച്ച് കേൾപ്പിക്കാവേ. I was very excited to buy all things for my back to school, but unexpectedly my mom's old sister husband came from Gulf. And എന്താണെന്ന് വെച്ചാൽ എൻ്റെ വല്യച്ഛൻ ഗൾഫിൽ നിന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്, എല്ലാം മേടിക്കാമല്ലോ എന്നൊക്കെ കരുതിയിരിക്കുകയാണ്. അപ്പം അൺഎക്സ്പെക്റ്റഡ്ലി എൻ്റെ വല്യച്ഛൻ വന്നേ. അപ്പം വല്യച്ഛൻ വന്ന് കഴിഞ്ഞിട്ട് and he told me that he will buy a bag for me. And എന്നോട് എൻ്റെ വല്യച്ഛൻ പറഞ്ഞായിരുന്നു എനിക്കൊരു ബാഗ് മേടിച്ച് തരാമെന്ന് പറഞ്ഞായിരുന്നു ഗൈസ്. അപ്പം അത് കഴിഞ്ഞിട്ട് bought a super duper bag. It was nice. And after he gone to Gulf, my mummy told me she will buy me all things I need for back to school. എന്താണെന്ന് വെച്ചാൽ വല്യച്ഛൻ എനിക്കത് നല്ലൊരു ബാഗ് മേടിച്ചത്. ഞാൻ കാണിച്ചു തരാം. അവൻ നല്ല ക്വാളിറ്റി ഉണ്ട്. 5ാം ക്ലാസ് തൊട്ട് പിള്ളേർക്ക് എല്ലാവർക്കും ഉപയോഗിക്കാം. എന്നെ കണ്ട ഞാൻ എന്നെ 6ലോട്ടാണ് ഗൈസ്. ഞാൻ 6ലോട്ടാണ് എന്നെ കണ്ട പറയത്തില്ല ഗൈസ്. പിന്നെ ഞാൻ ഒരു കാര്യം വായിച്ച് കേൾപ്പിക്കാവേ. നിൽക്കണേ, ഇത് കുറേ കാര്യങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട്. അറ്റ് ദ ഡേറ്റ് ഓഫ് പറഞ്ഞില്ലല്ലോ, എൻ്റെ അമ്മ പറഞ്ഞായിരുന്നു വല്യച്ഛൻ അതൊക്കെ മേടിച്ചെന്നിട്ട് ഗൾഫിൽ പോയി ഗൈസ്. ഗൾഫിൽ പോയി കഴിഞ്ഞിട്ട് അമ്മ എന്നോട് പറഞ്ഞ് ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ഒക്കെ നമുക്ക് 20ാം തീയതി വല്ലതും ചെയ്യാമെന്നേ. ഞാൻ പറഞ്ഞല്ലോ അറ്റ് ദ ഡേറ്റ് ഓഫ് 20 May, but she told me a lie after the date 20 May. ഗൈസ് എന്നോട് അമ്മ ഒരു കടത്തരം പറഞ്ഞു ഗൈസ്. May 20 മേടിച്ചു തന്നിട്ട് ഗൈസ് എനിക്ക് ഭയങ്കര വിഷമം ഗൈസ്, ഭയങ്കര വിഷമം. പക്ഷേ എനിക്ക് അമ്മ അടുത്ത ദിവസം മേടിച്ച് തരാനൊക്കെ പറഞ്ഞിരുന്നതാണ് ഗൈസ്. പക്ഷെ അന്നും മേടിച്ചു തന്നില്ല. എനിക്ക് ബുധനാഴ്ച മേടിച്ചു തന്നെ കേട്ടോ, പാവം. അതുകൊണ്ട് ബുധനാഴ്ച എനിക്ക് 20ാം തീയതി. അപ്പം അമ്മ ഇന്നലെ 21ാം തീയതി തന്നെ മേടിച്ചു തന്നെ. 21 കറക്റ്റാണ്, 21 മേടിച്ചു തന്ന്. When I asked her about the things, she told me to buy for school things. And അങ്ങനെ എന്താണെന്ന് വെച്ചാൽ അമ്മ എന്നോട് പറഞ്ഞായിരുന്നു മേടിച്ചു തരാൻ. അപ്പം ഞാൻ അമ്മയോട് ചോദിച്ചു 20ാം തീയതി ചോദിച്ചപ്പോൾ പോകുന്നില്ലേന്ന്. അപ്പം അമ്മ പറഞ്ഞ് നാളെ പോകാൻ മോളേന്ന് പറഞ്ഞേ. നാളെ എത്തിയപ്പോഴത്തേക്കും അമ്മയ്ക്ക് ചെറുതായിട്ടൊരു പനി കൈസ്. എന്നാലും അമ്മച്ചി പറഞ്ഞ് വരാം, എനിക്ക് കുറച്ച് വീട്ടിൽ കയറണമെന്നൊക്കെ പറഞ്ഞായിരുന്നേ. പൈസ എങ്ങാണ്ട് കൊടുക്കാനുണ്ട്. അപ്പോൾ പൈസ എങ്ങാണ്ട് കൊടുക്കാനുണ്ട്. എൻ്റെ അമ്മയുടെ പേര് ശ്രീലേഖ എന്നമ്മേ. പിന്നെ
പിന്നെ എനിക്ക് ബാഗ് മേടിച്ചു തന്ന വല്യച്ഛനാണ്. പിന്നെ എനിക്ക് പൗച്ച് മേടിച്ചു തന്ന്, ലഞ്ച് മേടിച്ചു തന്ന്, സ്നാക്സ് ബോക്സ് മേടിച്ചു തന്ന്, ബുക്സ് മേടിച്ചു തന്ന്, ബോസ് മേടിച്ചു തന്ന്, ആക്സസറീസ് മേടിച്ചു തന്ന്, ക്രാഫ്റ്റ് തിങ്സ് മേടിച്ചു തന്ന്, സോ കുറച്ച് സ്നാക്സ് ഒക്കെ മേടിച്ചു തന്നു. ആൻഡ് ഞാൻ ഇനി അൺബോക്സ് ചെയ്ത് കാണിക്കാം എന്തുവാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതെൻ്റെ പൗച്ചാണ് ഞാൻ കാണിക്കുന്നത്. പൗച്ച് എനിക്ക് ഞാൻ സൂര്യയിലെ കടയിൽ നല്ല മേടിച്ചത്. സൂര്യയിലെ കടയിൽ പൗച്ചൊക്കെ ഒന്ന് തീർന്ന് അപ്പം ഞാൻ ഇതിനകത്തൊക്കെ കുറച്ച് സ്റ്റിക്കേഴ്സ് ഒട്ടിച്ച് വെച്ചാൽ ഞാൻ ഇതുവരെ തുറന്ന് നോക്കിയില്ല. നമുക്ക് തുറന്ന് നോക്കാവേ. പക്ഷേ എൻ്റെ അമ്മ ഇതിനകത്ത് തുറന്ന് നോക്കിയായിരുന്നു. പക്ഷെ ഞാനപ്പോൾ ഇവിടെ ഇല്ലായിരുന്നു തുറന്ന് നോക്കിയപ്പം. തുറന്ന് നോക്കാം. ഇതിന് വെറും 99 രൂപയുള്ളൂ ഗൈസ്. നല്ല ക്വാളിറ്റിയുള്ള നല്ല ബോക്സാണ്. 99 അല്ല 90 രൂപയുള്ളൂ. അകത്തുള്ള സാധനമൊക്കെ അമ്മ എടുത്ത് കളഞ്ഞെന്ന് തോന്നുന്നു. അമ്മ എടുത്ത് കണ്ടപ്പോൾ കണ്ടോ ഗൈസ്. അകത്തുള്ള സാധനം വെച്ചാണ് ഞാൻ ജേണൽ ചെയ്തേ ഗൈസ്. അകത്തുള്ള സാധനം വെച്ചാണ് ഞാൻ ജേണൽ ചെയ്തത്. ഒക്കെയാണ് ഞാൻ. പിന്നെ ഇതിനകത്ത് നമ്മൾ ഇങ്ങനെ കാറിലൊക്കെ കയറുമ്പോൾ AC എടുത്തില്ല, അതിൻ്റെ ഒരു മണമാണ് ഗൈസ്. എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ മണക്കയച്ചിട്ട് മടിച്ചാണ് മണക്കുന്നത്. നല്ല ക്വാളിറ്റി ഉണ്ട് ഗൈസ്. പക്ഷെ ഇതിനകത്ത് എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്. നല്ലൊരു എന്തൊക്കെയോ ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. എനിക്ക് ബ്ലാക്ക് കളർ മതിയായിരുന്നു. ബ്ലാക്ക് തീമാണ് ഞാൻ ചൂസ് ചെയ്തത്. ഫ്രണ്ടിൽ ഒരു ഒറയുണ്ട്. 2 ഒറയാണ് എനിക്ക് വേണ്ടത്. പിന്നെ ഇവിടെ ഇങ്ങനെ എന്തോ എഴുതിയിട്ടുണ്ട്. എന്തുവാ സ്പാർക്സ് കൊള്ളാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു. ഈ തൂങ്ങ് കൊടുക്കുന്ന സാധനങ്ങളുണ്ടോ നല്ല ഡ്രസ്സിൽ. ഈ സാധനം കണ്ട് ഞാൻ കീച്ചനാണ് വിചാരിച്ചു ഗൈസ്. അതാ ഞാൻ മേടിച്ചത്. പിന്നെ ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്. പിന്നെ ഒരു മിനി നോട്ട്ബുക്ക് മേടിച്ചത് ഞാൻ പൊട്ടിച്ചിട്ടില്ല. എനിക്ക് പൊട്ടിക്കണമെന്ന് വീട്ടിൽ സ്കൂൾ വർക്കും പൊട്ടിക്കാനാണ്. ഇതെൻ്റെ സ്നാക്സ് ബോക്സാണ്. ഞാൻ സൂര്യ കടയിൽ നിന്നാണ് മേടിച്ചത്. അവിടുത്തെ നല്ല ക്വാളിറ്റിയുള്ള സ്നാക്സ് ബോക്സാണ്. ഇതാണെന്ന് തോന്നുന്നു ലാസ്റ്റ് പീസ്. ഇന്നലെ ഞാൻ ചെന്നപ്പോൾ ഇതായിരുന്നു ലാസ്റ്റ് പീസ്. ഇത് സെക്കൻഡ് ലാസ്റ്റ് പീസ്. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെ. അതുകൊണ്ടാണ് ഞാനിത് മേടിച്ചത്. ഞാൻ ആദ്യം തുണി എടുക്കാൻ വേറൊരു കടയിൽ പോയപ്പോൾ ഞാൻ ആദ്യം കരുതി തുണി എടുക്കാൻ ആ കടയിൽ തന്നെ പോയപ്പം ഞാൻ കരുതി ഇത് ലഞ്ച് ബോക്സ് ആണ്, ഇത് മേടിച്ചാലോ എന്ന് കരുതി. അപ്പം ഞാൻ കരുതി വേണ്ടല്ലോ, അമ്മ എനിക്ക് മേടിച്ച് അമ്മച്ചി പറഞ്ഞ് ഇപ്പോഴേ മേടിക്കുന്ന സ്കൂൾ അടച്ചതുപോലും ഇല്ല, അപ്പോഴേ നിനക്ക് വേണമെന്നൊക്കെ പറഞ്ഞു ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് അമ്മ എനിക്ക് 21-ാം തീയതി മേടിച്ചു തന്നെ. ഇത് നല്ല ക്വാളിറ്റിയുള്ള നല്ലൊരു സംഭവമാണ്. പക്ഷേ ഇങ്ങനെ ഈ പഴമൊക്കെ പുഴുങ്ങിയിട്ട് ചിലവരൊക്കെ കൊടുക്കത്തില്ല. അപ്പോൾ ചൂടാക്കിയിട്ടാൽ എന്തായാലും ഒരു പ്ലാസ്റ്റിക് ആണ്. ഞാൻ കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ച് വെച്ചു ഗൈസ്. ബർഗറിനകത്ത് തന്നെ ബർഗർ ഒട്ടിച്ച് വെച്ചു ഗൈസ്. പിന്നെ ഇത് ഫസ്റ്റ് ലെയർ നമുക്കിങ്ങനെ തുറക്കാവേ. പിന്നെ നമുക്കൊരു ഇല ഹായ് സ്പൂണീസ് കൊള്ളാം കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഭയങ്കര ക്യൂട്ടാണ് ഗൈസ്. എൻ്റെ എന്തോ ഒരു ഫോർക്കും കിട്ടി ഗൈസ്. ഫോർക്ക് നല്ല പാടാണ് മുന്നോട്ടേന്ന് തുറക്കാൻ. ഇവിടെ നമുക്ക് കുറേ സ്നാക്സ് ഇടാം. ടൂറൊക്കെ പോകാൻ നേരത്ത് കുറേ സ്നാക്സും ഉണ്ടാവും നമുക്ക്. നമുക്ക് ഈ സ്പൂണൊക്കെ തിരിച്ച് വെക്കാം ഗൈസ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഓർഡറിലാണ് വന്നേക്കുന്നത് ഗൈസ്. ബർഗർ എപ്പോഴും നമുക്ക് ഒരു ക്യാബേജ് വെക്കത്തില്ല, ക്യാബേജ് മീറ്റ് പിന്നെ ലാസ്റ്റ് പറഞ്ഞു. പക്ഷേ ഇത് രണ്ട് വേറെ ഓർഡർ വെക്കില്ല, അതാണ് എനിക്ക് പ്രശ്നം. പിന്നെ കണ്ട ഈ സാധനം കണ്ടു ഗൈസ്. ഈ സാധനം നമ്മളിങ്ങനെ കൊണ്ടുവരാം, ഇതിൻ്റെ നേർക്ക് കൊണ്ടുവരാം, എന്നിട്ട് അടയ്ക്കാൻ പറ്റും ഗൈസ്. നമുക്ക് അങ്ങനെ അടയ്ക്കാൻ പറ്റും. അത് ഇവിടെ അടയ്ക്കണം. അടയ്ക്കുന്നില്ലേ? അടച്ച് പനിയാണ്. ആൻഡ് ദിസ് ഈസ് മൈ ഹോൾ ലുക്ക്. ഇതിന് റേറ്റ് വരുന്നത് 84 രൂപയാണ് ഗൈസ്. നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ്, നിങ്ങൾ മേടിച്ചെടുക്കും. എല്ലാം വിലക്കുറവാണ് ഗൈസ്. കണ്ടേ ഈ ബുക്കിന് വെറും
15 രൂപ. ഇതൊക്കെ ഞാൻ വേറെ കടയിൽ നിന്ന്, ഈ ബുക്ക് ഞാൻ RP നിന്നാണ് മേടിച്ചത്. RP നിന്നാണ് മേടിച്ചത്. പിന്നെ ഞാൻ ഒരു ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് മേടിച്ച് ഞാൻ കാണിച്ചു തരട്ടെ. ഇതെനിക്ക് ഞാനൊരു പരിപാടിക്കുണ്ടായിരുന്നു. അപ്പം ഇന്നലെ ഞാൻ എൻ്റെ ഒരു ചേച്ചിയെ കണ്ടായിരുന്നു. എൻ്റെ ഒരു ബന്ധുവായിട്ടൊക്കെ വരും. പക്ഷേ ഞാൻ സ്വന്തം ചേച്ചിയെ കണ്ടായിരുന്നു. ഭയങ്കര ഇഷ്ടമാണ്. ധനഷ്മിക എന്നാണ് പേര്. ഇത് തുറക്ക് ഭയങ്കര പാടാണ്. അപ്പം അവിടെ ചേച്ചി എവിടുന്ന് ഇറങ്ങി വരുന്നുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു എവിടെ പോയതാന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ചേച്ചി പറഞ്ഞ് ഒരു പിള്ളേരുടെ എന്തൊക്കെയോ പരിപാടിയുണ്ട്, അതിനെന്നെ മാമി വിളിച്ചുകൊണ്ട് വന്നതെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഇന്ന് ഞാൻ ചേച്ചിയുടെ അമ്മ പറഞ്ഞ് ചേച്ചിയുടെ പോകാം. അപ്പം ഞാൻ ചേച്ചിയുടെ പോയി. വരുന്നില്ല, ഭയങ്കര സൗണ്ടല്ലേ, വരുന്നില്ല, സത്യം വരുന്നില്ല. ഭയങ്കര ദേഷ്യം വരുന്നു. ഇനി ഇങ്ങനെ വരുന്നില്ലെങ്കിൽ ദേഷ്യം വരും. വന്നു. ഇതാണ് ഹോൾ ലുക്ക്. ഞാൻ ഇവിടെയും കൂടെ ടേപ്പ് ഒടിച്ച് വെച്ചാലെന്ന് കരുതിയിരിക്കുകയാണ്. ടേപ്പൊക്കെ ഒടിച്ച് വെച്ച് ഇത് പിന്നെ നമുക്ക് തുറന്ന് കാണിക്കാം. ഞാൻ ഇരിക്കട്ടെ. എന്ന് വെച്ചാൽ ഒരു ഹോൾ ലുക്ക് വെച്ച് നോക്കിയാൽ അത്രയൊന്നും ഇല്ല. ഞാൻ കാണിച്ചത് നമുക്ക് തുറക്കാവേ. തുറക്കുമ്പോൾ അകത്ത് കുറച്ച് സംഭവങ്ങളൊക്കെ എന്തുവാ ഞാൻ തുറന്ന് നോക്കിയില്ല ഇതുവരെ. പക്ഷേ ടേപ്പ് ഞാൻ ഒട്ടിച്ച് വെച്ച് നേരത്തെ ടേപ്പ് എടുക്കായിരിക്കും. ഇതൊക്കെ ചിലതൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുന്നു ഗൈസ്. ഇതിനും 100 രൂപ വരെ ഉള്ളൂ ഗൈസ്. 100 രൂപയേ ഉള്ളൂ. ഭയങ്കര നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ്. ആണ്ടേ ഇതൊരു പേന കിട്ടി ഗൈസ്. ഈ പേനയുടെ പല ഇങ്ങനെ റെഡിന്ന് വന്ന് ചുമപ്പിൽ അവസാനിക്കുന്നത് അതുപോലത്തെ പേന കിട്ടി. ഒന്നാമതാണ്. പിന്നെ നമുക്കൊരു പെൻസിൽ കിട്ടി, നമുക്കൊരു സ്കെച്ച് കിട്ടി, പിന്നെ നമുക്കൊരു കട്ടർ കിട്ടി, നമുക്കൊരു ഡിവൈഡർ കിട്ടി, കോമ്പസ് കിട്ടി, ആൻഡ് ഇറേസർ കിട്ടി. വരുന്നില്ല. എനിക്കൊരു എന്ത് ദിവസമാണ് എനിക്ക് അറിഞ്ഞൂടോ. ഇതിനെപ്പറ്റി ഒന്ന് പഠിച്ചില്ല. ഈ വർഷം പഠിക്കണം. എന്തുവാ ഞാൻ ഇനി 6 എനിക്ക് 12 വയസ്സാവാൻ പോവാണ് വയസ്സ്. ഇതെന്തോ എനിക്ക് അറിഞ്ഞൂടോ. ദിവസം പഠിച്ചു വരുന്നതേ ഉള്ളൂ. 5ാം ക്ലാസ് നിന്ന് പഠിപ്പിച്ചില്ല വയസ്സ്. ഇതൊന്നും എനിക്ക് അറിഞ്ഞൂടോ. സത്യം വരുന്നില്ലല്ലോ. സ്കെയിൽ ആൻഡ് ഇതെനിക്കറിയാം, സ്കെയില്. പിന്നെ എന്തുവാ സ്ക്രൂവോ. യെസ്, ഇത് ഞാൻ എൻ്റെ കൂട്ടുകാർ പറഞ്ഞു തന്നെ. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിവിടെ ഇങ്ങനെ ഫിറ്റ് ആക്കണം. ഇതിപ്പോൾ ലൂസായി അങ്ങ് പോയെന്ന് വിചാരിച്ചു. നമ്മൾ ഇങ്ങനെ ഇതിനകത്ത് ഫിക്സ് ആക്കിയിട്ടൊന്ന് ഒന്ന് ഫിക്സ് ആക്കണം. ഇത് ഞാൻ കുറച്ച് കറക്കിയാൽ മതി. അത്രേ ഉള്ളൂ. ഇപ്പം ഞാൻ കറക്കിയാൽ ലൂസായിക്കും. താഴെ വീണ്. ഞാൻ മിക്ക സമയത്ത് വീഡിയോ എടുക്കുന്ന നേരത്ത് താഴെ വീഴുന്നു. താഴെ വരുന്ന അത്രയ്ക്ക് ഇഷ്ടമല്ല. വീഡിയോ എടുക്കാൻ നേരത്ത് ഞാനിങ്ങനെ വീഡിയോ ഒക്കെ ഇടത്തില്ലേ, ഷോർട്സ്, അത് ഇടാൻ നേരത്ത് മിക്ക സമയത്ത് എന്തെങ്കിലും എൻ്റെ കൈ ഇരിക്കുന്ന ആയാലും എന്തെങ്കിലും താഴെ വീണുകയെ ചെരുപ്പ് ചിലപ്പോൾ ഞാൻ ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കണമെങ്കിൽ അത് പെട്ടെന്ന് അങ്ങോട്ട് പോകും. പിന്നെ അത് എടുക്കേണ്ടി വന്ന് അങ്ങനെ ഒന്നുകൂടെ നമുക്ക് തിരിച്ച് വെക്കുന്നത് കാണാം. ഇത് വെച്ചു ഓക്കെ. എങ്ങനെയാണേ കാണാൻ പറ്റുന്നില്ല, എനിക്ക് കാണാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ ഈ സംഭവം എനിക്ക് കിട്ടിയെന്ന് വെച്ചാൽ കോമ്പസല്ലോ ഞാൻ ചേച്ചിയുടെ അടുത്ത് പോയായിരുന്നേ. അപ്പോൾ ചേച്ചിയുടെ ഞാൻ പോയപ്പം അവിടുന്ന് അന്ന് ലാസ്റ്റ് ഡേറ്റ് ആയിരുന്നേ. നല്ലൊരു കളിയും ഡ്രസ്സും ഒക്കെ ഉണ്ടായിരുന്നേ. ഡാൻസൊക്കെ ഞാൻ കളിച്ച് ഗൈസ്. എന്നോട് ചേച്ചി പറഞ്ഞ് പോയി കളിച്ചോളാൻ പറഞ്ഞ്. അപ്പം 2-3 പിള്ളേർ കളിച്ചപ്പം ആദ്യം ഞാനാണ് ഗൈസ് കളിച്ചത്. ഞാൻ ഡാൻസ് കളിക്കുന്നതിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പലയിടത്തും പോയി ഡാൻസ് കളിക്കാനൊക്കെ. പിന്നെ വേണ്ട ഈ ഡിവൈഡറൊക്കെ വെച്ച് എനിക്ക് ക്യാമറ എനിക്ക് അത്രയ്ക്ക് പിടിക്കണമെന്ന് അറിഞ്ഞൂടാ. ഇനി 6ലോട്ടാവുന്നതിലേ ഉള്ളൂ ഗൈസ്. എനിക്കതിനെപ്പറ്റി അറിഞ്ഞൂടാ. നമ്മുടെ റേസർ സാധനം മാറിപ്പോയി ഗൈസ്. റേസറും വെച്ചു. ഈ സാധനം ഞാൻ കറക്റ്റ് പ്ലേസ് വെക്കാൻ പറഞ്ഞു. ഞാൻ എല്ലാവരും മാറ്റണ്ട ഗൈസ്. ആൻഡ് നമ്മൾ സ്കെച്ച് വെച്ചു, പെൻസിൽ വെച്ചു, ആൻഡ് ഇത് വെച്ചു ഗൈസ്. നമുക്ക് അടയ്ക്കാം.
അയ്യോ ഒരു സാധനം വെക്കാൻ മറന്നു ഗൈസ്. നമ്മൾ കട്ടർ വെച്ചില്ല. യാ കട്ടർ വെക്കാൻ ഇനി എനിക്ക് കട്ടറൊന്നും വേണ്ട, പേനയാണ് ഗൈസ് ഇനി. അപ്പം നമുക്ക് ക്ലോസ് ചെയ്യാം. ഇനിയുണ്ട് ഉണ്ടല്ലോ എന്തോ. ഞാൻ എടുക്കട്ടെ ഗൈസ്, വെയിറ്റ് ചെയ്യുന്നേ. ജസ്റ്റ് വെയിറ്റ് ഗൈസ്. ആൻഡ് ദിസ് ഈസ് മൈ ലഞ്ച് ബോക്സ് ഗൈസ്. ഞാൻ രാത്രിയിലാണ് ഇവിടെ എടുത്ത് ഉറക്കം വയ്യ. ഇപ്പം എത്ര മണിയായി ഗൈസ്? 11 മണിയാവും ഗൈസ്. ഇതാണ് ലഞ്ച് ബോക്സ് ഗൈസ്. കണ്ട സ്റ്റീലാണെന്ന് പറയുന്നത് ഗൈസ്. സ്റ്റീലാണ്. നമ്മളിപ്പം ഇവിടുന്ന് തുറന്നു. നമുക്കിത് കണ്ട നമുക്കൊന്ന് ഫുൾ തുറക്കാം. കണ്ട സ്പൂൺ ഗൈസ്. ഇതെന്തുവാ സ്പൂണൊക്കെ ഉണ്ടല്ലേ. നല്ല സ്പൂൺ ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലത്തെ. ഇവിടെ ചില സ്പൂൺ ഗൈസ് ഇവിടെ വന്നിട്ട് ഇങ്ങനെ വരും. ഇതാണ് ലഞ്ച് ബോക്സിൻ്റെ. അതിൻ്റെ കുഞ്ഞ് പാത്രം കിട്ടിയേ. ഞാൻ നമുക്ക് സലാഡൊക്കെ വെച്ചു. ഇപ്പം നമ്മൾ ബിരിയാണി എല്ലാം കൊണ്ടുപോകണമെങ്കിൽ സലാഡും അച്ചാറും ഒക്കെ വെക്കാം. മോരുകറി ആയാലും വെക്കാം. ഇത് ലീക്ക് ആവത്തേ ഇല്ല. ഭയങ്കര ക്വാളിറ്റിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണിത്. നമുക്കിങ്ങനെ അത്രയ്ക്ക് ഇപ്പം ചില പിള്ളേർ അത്രയ്ക്ക് കഴിക്കാറൊന്നുമില്ലല്ലോ ചില പിള്ളേർ. അതുകൊണ്ട് ആ പിള്ളേർക്കൊക്കെ നമുക്ക് ഇതിനകത്തും കൊടുത്ത് വിട്ടാൽ മതി. ഞങ്ങളുടെ ക്ലാസ്സിൽ ഒരു സർക്കിളുണ്ട് ഗൈസ്. ഇതുപോലത്തെ ഒരു സംഭവമാണ് കൊണ്ടുവരുന്നത്. ഇതിനകത്ത് ചോറ് വരും ഗൈസ്. എന്നിട്ട് ഇതിനകത്ത് കൊണ്ടുവരും കറികൾ. ഇതിനകത്താണ് ചോറ് വെക്കുന്നത്. നമ്മൾ വേണ്ട ഇവിടെ ഇങ്ങനെ മോര് കറിയോ കഴിഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ ചോറ് ഗൈസ്. കഴിഞ്ഞിട്ട് ഈ സ്പൂണിൻ്റെ കൊണ്ടൊരു കവർ കിട്ടി കേട്ടോ. ഈ സംഭവങ്ങളൊക്കെ ഈ പൗച്ചും മറ്റുള്ള പിന്നെ ഈ നോട്ട്ബുക്കും ഒക്കെ ഒഴിച്ച് ബാക്കി എല്ലാം ഞാൻ സൂര്യനാണ് മേടിച്ചത്. ഞാൻ പറഞ്ഞില്ലല്ലോ ലാസ്റ്റ് കോമ്പസിനെ പറ്റി ഞാൻ പറയാൻ മറന്നുപോയി ഗൈസ്. പെട്ടെന്ന് അങ്ങ് മറക്കുന്നു. കോമ്പസ് ലാസ്റ്റ് ഡേറ്റ് ആയതുകൊണ്ട് എനിക്കന്ന് അവിടെ നിന്ന് കിട്ടിയതാണ് ഗൈസ്. ഞാൻ എൻ്റെ അടുത്തിരുന്ന ചേച്ചിയോട് പറഞ്ഞു ചേച്ചിക്ക് മഞ്ഞ് കിട്ടുമെന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞില്ല ഒരു ചേച്ചി ഞാൻ കണ്ടത്. ആ ചേച്ചിയുടെ കൂടെയാണ് ഞാൻ പോയത് ഗൈസ്. അപ്പം ആ ചേച്ചിയോട് ഞാൻ പറഞ്ഞു ചേച്ചിക്ക് മഞ്ഞ് കിട്ടി, എനിക്ക് മഞ്ഞ് കിട്ടി, ചേച്ചിക്ക് ബ്ലാക്ക് കിട്ടിയെന്ന് വിചാരിച്ചു. എനിക്ക് ബ്ലാക്ക് തരണേ ചേച്ചി, തക്കുടി ചേച്ചി ഇല്ല എന്നൊക്കെ പറഞ്ഞ് സോപ്പിട്ടല്ല. പണ്ടോട്ടെ എനിക്ക് ചേച്ചി ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനേ ആ ചേച്ചിക്കൊരു ചേട്ടനുണ്ട്, ധനുഷ് എന്നാണ് പേര്. പിന്നെ 2 ബോ ഞാൻ മേടിച്ചേ. എനിക്ക് ഒരെണ്ണം ഓടിയുമ്പോൾ അടുത്ത് വെക്കാം അല്ലെങ്കിൽ ഒരെണ്ണം വേറെ വീട്ടിലാണെങ്കിൽ അടുത്ത് വെക്കാം. എൻ്റെ തലമുടി ഇപ്പം ചില പിടിച്ചിരിക്കുന്നത്. ഞാൻ അവിടുത്തെ പോയിട്ട് വന്നു ഞാൻ പറഞ്ഞില്ലേ ഗൈസ്. വെക്കാൻ പറ്റില്ല ഗൈസ്, നിങ്ങൾ കുഴപ്പമില്ല. ഇത് വേണമെങ്കിൽ എനിക്ക് സ്കൂളിൽ നൈസായിട്ട് വെച്ചുകൊണ്ടിരിക്കാം ഗൈസ്. അതിലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഇത് മുയൽക്കുട്ടിയുടെയാണ് ഗൈസ്. മ്യാവൂലല്ലോ റാബിറ്റൊക്കെ തിന്നുണ്ട്. മറന്നിരുന്നു ഗൈസ്. ചില റാബിറ്റൊക്കെ മുടിയുണ്ട് അപ്പഴേ തിന്നു ഗൈസ്. ഞങ്ങൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഗൈസ്. ഭയങ്കര ലൈറ്റ് കളേഴ്സാണ്. ചില ചേച്ചിമാർക്കൊക്കെ ബ്രൗണും ഗ്രേ കളറൊക്കെ ഉള്ള. ഇപ്പം എല്ലാവരും ട്രെൻഡ് ഗ്രേയും ബ്രൗണും ഒക്കെയാണ് ഗൈസ്. ബ്ലാക്കൊക്കെ പോയി ഗൈസ്. എന്നാലും എനിക്ക് ബ്ലാക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇനി ഞാൻ 8ാം ക്ലാസ് വരെ ഈ സാധനങ്ങളൊക്കെയാണ് കൊണ്ടുപോകുന്നത്. ഇൻസ്ട്രുമെൻറ്റ് ബോക്സും ബോയും ഒക്കെ മാറും ഗൈസ്. ലഞ്ച് ബോക്സും ഒക്കെ. സ്നാക്സ് ബോക്സ് എന്തിനാണ് ഗൈസ്? എനിക്ക് ആണ് ബാഗാണ്. കുറച്ച് ദൂരോട്ട് മാറി കാണിക്കണം. ബാഗ് ഗൈസ്. ബാഗ് സ്റ്റൈൽ നേരെ നോക്കട്ടെ. വീടല്ലേ
ഇതെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഒരു സിബുണ്ട്, ഇവിടെ സിബുണ്ട്. നമുക്കിത് തുറക്കാം. അതിൻ്റെ അകത്ത് ഇവിടം വരെ കൈ കൊണ്ടുപോയി. എൻ്റെ കൈ എവിടം വരെ കൊള്ളും അത്രേ കാണത്തുള്ളൂ. ഇവിടെ നല്ല ക്വാളിറ്റിയുള്ള, നമ്മൾ ടൂറിന് പോവുകയാണെങ്കിൽ വൃത്തിയായിട്ട് ഉപയോഗപ്പെടും ഗൈസ്. ടൂറല്ല, ഇപ്പം ബാംഗ്ലൂരിലോ ഇവിടെ വല്ലതും പോവുകയാണെങ്കിൽ നമ്മൾ കണ്ടോ ഗൈസ്, കൈ ഇവിടം വരെ എത്തുക ഗൈസ്. അതാക്കം കാണിച്ചതാണ്. അതെന്ന് വെച്ച് നല്ല ക്വാളിറ്റി ഉള്ളതാണ്. ഇതിന് 1000 സംതിങ് ആണ്, 1000 അങ്ങനെ. പിന്നെ ഈ ലഞ്ച് ബോക്സിന് ഇത്ര ഞാൻ പറഞ്ഞില്ല ഗൈസ്. ലഞ്ച് ബോക്സിന് 565 ഗൈസ്. ഇത്രയും ക്വാളിറ്റി ഉണ്ടായതുകൊണ്ടാണ് ഗൈസ്. പിന്നെ വേണ്ട പിന്നെ ഇത് കണ്ടോ ഗൈസ്. അയ്യോ, ഈ സാധനം നമ്മളിങ്ങനെ ഞെക്കണം ഗൈസ്. ഞെക്കിയിട്ട് ഇങ്ങനെ തുറക്കും. കൈ വേന എടുക്കും ഗൈസ്. ചിലപ്പോഴൊക്കെ ചെയ്യാൻ നേരത്ത് കൈ വേന എടുക്കും ചിലവരുടെ. എൻ്റെ ചിലപ്പോഴൊക്കെ വേന എടുക്കേ. ഇതിങ്ങനെ തുറക്കുന്നത് ഇങ്ങനെ ആദ്യം തുറക്കട്ടെ ഗൈസ്. അതാണ് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തരാം. ഇത് ചുമ്മാ ഒരു ബ്രഷ് ബട്ടൺ ഉണ്ട് ഗൈസ്, അതിനെ ഞെക്കിയാൽ മതി. ഞാൻ ചെറിയ വെച്ചതുകൊണ്ട് എനിക്ക് പറ്റൂല ഗൈസ്. ഭയങ്കര പാട് ഗൈസ്. എനിക്ക് പറഞ്ഞു നിങ്ങൾ ഭയങ്കര വിഷമമാണ് ഗൈസ്. നിങ്ങൾ പറ്റാൻ ഇപ്പം നടത്തേ ഇതിനകത്ത് കണ്ടോ. ഇത് രണ്ടും നമ്മളിങ്ങനെ യൂരുമ്പോൾ ഒരു സീക്രട്ട് ഗൈസ്. കടക്കാരൻ പോലും പറഞ്ഞിട്ടില്ല ഇത്. അതുകൊണ്ട് ഇവിടം വരെ എൻ്റെ കൈ വേണ്ടേ സീക്രട്ട് ഓറാന്ന് വെച്ചാൽ നമുക്കിങ്ങനെ ക്ലോസ് ചെയ്യാം. വേണ്ട ഈ സാധനവും വേണ്ട ഇങ്ങനൊരു സാധനമുണ്ട് ഗൈസ്. ഇത് നമ്മൾ ഇതിനകത്ത് സീറ്റ് ബെൽറ്റ് നമ്മളിങ്ങനെ വെക്കത്തില്ല, അതുപോലെ ഉണ്ട് ഗൈസ്. അങ്ങനെ എന്നിട്ട് നമ്മുടെ ഇവിടെ ഇങ്ങനെ ഇതിവിടെ അവിടെ ഇങ്ങനെ ഇട്ടുണ്ട് ഗൈസ്. ഉണ്ടോ? ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെ. ഇത് ഇവിടം വരെ ഒരു സാധനമാണ്. ശരിക്കും പറഞ്ഞാൽ ടൂർ ബാഗാണ് ഗൈസ്. ഹിമാലയയിലൊക്കെ പോകുന്നവർക്കൊക്കെ ഉപയോഗപ്പെടുക. ഇങ്ങനെ വേറെ രാജ്യത്തോട്ടൊക്കെ പോകുന്നതൊക്കെ കാരണം ഇവിടെ ഇങ്ങനെ നമുക്ക് പേസ്റ്റും സാധനങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ ബ്രഷ് വെക്കാം ഗൈസ്. ഈ സാധനത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ ഇത് ഞാൻ കടയിലോട്ട് മിക്ക സമയത്തും ഇപ്പം ഞാൻ ഒരു ബാഗ് നോക്കുവാന്ന് വിചാരിച്ചു. അതെനിക്ക് അത്ര പിടിച്ചില്ല. അടുത്ത പറഞ്ഞു എനിക്കതങ്ങ് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത് മേടിച്ച് കഴിഞ്ഞു. സ്കൂൾ തുറക്കുമ്പോൾ ഒരു കൊച്ച് ഇതിനേക്കാളും നല്ല ബാഗ് കൊണ്ടുവരും. അതും ആ കടയിൽ നിന്ന് തന്നെ ആ ദിവസം തന്നെ. അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഉണ്ട്. പിന്നെ ഒരു പുറയിൽ ഒരു സീറ്റ് പുറയിലെന്ന് വെച്ചാൽ ഇതുണ്ടോ. ആൻഡ് ഇതെന്തെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ നമ്മുടെ സ്യൂട്ട് കേസ് ബാഗ് ഇല്ലെങ്കിൽ ഉരുട്ടിക്കൊണ്ട് പോകുന്ന ട്രോളി ബാഗ്, അതിനകത്ത് നമ്മൾ പിടിക്കുന്ന ഹോൾഡർ ഇല്ലേ, അതിനകത്ത് നമ്മളിങ്ങനെ നീറ്റും. അപ്പം എല്ലാവർക്കും ഇത് ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. ബോട്ടിൽ എന്ന് വെച്ചാൽ ഞാൻ ചേച്ചിയുടെ പഴയ ബോട്ടിലാണ് യൂസ് ചെയ്യുന്നത് ഗൈസ്. വേറെ ഞാൻ മേടിക്കുന്നുണ്ട് ഗൈസ്. അതൊക്കെ മേടിക്കാൻ താല്പര്യം ഗൈസ്. അമ്മ ഇത്രയും പൈസ കളഞ്ഞു, അമ്മ ഇത് മേടിച്ച് തന്നല്ലോ എന്നുള്ളൊരു രീതിയാണ് ഗൈസ്. അടയ്ക്കട്ടെ. അപ്പം ഞാൻ പിന്നെ ഒരു ടേപ്പ് മേടിച്ചായിരുന്നു. ടേപ്പ് വെച്ചാണ് ഈ ജേണലൊക്കെ ചെയ്യുന്നത്. ടേപ്പ് ഞാൻ നേരത്തെ മേടിച്ച് വെച്ചാണ്. പിന്നെ ഒരു ക്വാളിറ്റികളുണ്ട്, ഞാൻ പറയാൻ മറന്നു ഗൈസ്. ഇതാണ്ട് ഇവിടെ ഇങ്ങനെ ഉണ്ട് ഗൈസ്. ഇത് കണ്ടോ. ഇതെന്ന് വെച്ച് നമ്മളിപ്പം ബോട്ടിൽ വെക്കുകയാണ് വിചാരിച്ചു. അത് സ്റ്റേബിളായിട്ടിരിക്കാൻ നമ്മളിങ്ങനെ ഈ സാധനം കണ്ടോ, ഈ സാധനം ടൈറ്റാക്കി വെക്കണം. അതുകൊണ്ടിപ്പം ബോൾ ഇങ്ങനെ ഇരിക്കാമെന്ന് വിചാരിച്ചോ. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ചരിഞ്ഞിങ്ങനെ പോകണം. അപ്പോൾ നമുക്ക് ഈ സാധനം വെച്ച് ഇങ്ങനെ നോക്കി വെക്കണം. അത്രേ ഉള്ളൂ. ടാറ്റ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുമെങ്കിൽ സബ്സ്ക്രൈബ് കമൻറ്റ് ചെയ്യണേ ഗൈസ്. ടാറ്റ. സീ യു. ബൈ.